ഒരു യുദ്ധമുണ്ടായാൽ ചൈനയെ സമ്പൂർണ്ണമായി ഇന്ത്യക്ക് നശിപ്പിക്കാൻ സാധിക്കും. നിർണായകമായ ആയുധശക്തി ഇന്ത്യ കൈവരിച്ചതായി യുദ്ധവിദഗ്ധർ. ലോകത്തെ നടുക്കിയ ഇന്ത്യയുടെ അഗ്നി 5ന്റെ പ്രത്യേകതകൾ വിവരിക്കുന്ന വീഡിയോയാണിത്. ഓരോ ഭാരത പൗരനും അഗ്നി 5 എന്ന ദിവ്യാസ്ത്രത്തിന് കീഴിൽ സുരക്ഷിതരും ചൈനയുടെ ഭീഷണിയിൽ നിന്ന് സുരക്ഷിതരും എന്ന് തിരിച്ചറിയാൻ ഈ വീഡിയോ മുഴുവൻ കേൾക്കണം. കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച് വിജയിച്ച അഗ്നി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന് ചൈനയെ മുഴുവൻ ലക്ഷ്യം വയ്ക്കാൻ സാധിക്കും. ദിവ്യാസ്ത്രം എന്നാണ് നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചത്. മഹാഭാരത യുദ്ധത്തിലൂടെ യുദ്ധപ്പെരുമയിൽ പേരുകേട്ട ഇന്ത്യൻ ചരിത്രത്തിലെ ദിവ്യാസ്ത്രവും വജ്രായുധവും സുദർശന ചക്രവും ബ്രഹ്മാസ്ത്രവും ഒക്കെ നമ്മുടെ ശീലുകളിലുണ്ട്. ഇത്തരം ആയുധങ്ങൾക്ക് ഏത് ശത്രുവിനെയും വീഴ്ത്താം എന്നാണ് മഹാഭാരതം പറയുന്നത്. അതുകൊണ്ട് തന്നെ അഗ്നി 5 എന്ന ഭൂഖണ്ഡാന്തര മിസൈലിനെ പ്രധാനമന്ത്രി ദിവ്യാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര അഗ്നി 5 മിസൈൽ ചൈനയിലെ ഏത് പ്രദേശത്തും അതിമാരകമായ ആണവായുധ ആക്രമണം ഉൾപ്പെടെ നടത്താൻ സാധിക്കും. ഈ കാലം അത്രയും ചൈനയുടെ പല ഭാഗത്തും ആക്രമണം നടത്തുക എന്നതിന് ഇന്ത്യക്ക് മുന്നിൽ വിമാനമാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചൈനയിൽ കടന്നുകയറി അത്ര ദൂരത്തിലൊരു വ്യോമാക്രമണം നടത്തി തിരികെ വരിക എന്നത് നിലവിൽ വളരെ ദുഷ്കരമാണ്. കാരണം ഇത്രയും ദൂരം പോകുമ്പോൾ തന്നെ അത് ചൈനീസ് റഡാറുകളിൽ പതിഞ്ഞിരിക്കും. മാത്രമല്ല മണിക്കൂറുകൾ യാത്ര ചെയ്തു വേണം യുദ്ധവിമാനങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ. ചൈനയുടെ പല ഭാഗത്തേക്കും ആക്രമണം നടത്താൻ ഇത്തരത്തിൽ 100 കണക്കിന് വിമാനങ്ങൾ ഉപയോഗിക്കണം. ഇത് അത്ര ഫലവത്തായ മാർഗമായിരുന്നില്ല. എന്നാൽ 7600 കിലോമീറ്റർ വരെ കുതിച്ചു പാഞ്ഞ് ശത്രുവിനെ തകർക്കുന്ന അഗ്നി 5 പരീക്ഷണം വിജയിച്ചതോടെ ചൈനയുടെ ഏത് പ്രദേശവും ഇനി ഇന്ത്യക്ക് ടാർഗറ്റ് ചെയ്യാനാകും. ചൈന എന്നത് ഇന്ത്യക്കിനി പ്രതിരോധത്തിൽ ഒട്ടും ഭയപ്പെടാനില്ലാത്ത എതിരാളി തന്നെ. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത അതിദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഭൂഖണ്ഡാന്തര മിസൈലുകളുടെ ശേഷിക്ക് സമീപം ശേഷിയുള്ള ഈ മിസൈലിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലക്ഷ്യത്തിൽ ആക്രമണം നടത്താൻ സാധിക്കും. ആയുധശേഖരത്തിലെ ലോകത്തെ തന്നെ 1-ാം നമ്പർ താരമാണ് ഇന്ത്യയുടെ അഗ്നി 5. അമ്പരപ്പിക്കുന്ന അതിന്റെ ശേഷിയെക്കുറിച്ച് അറിയാം. 7 മീറ്റർ നീളവും 50 ടൺ ഭാരവുമാണ് ഈ മിസൈൽ വഹിക്കുക. അതായത് 500 ക്വിന്റൽ സ്ഫോടക വസ്തുക്കളോ ആണവ ബോംബോ വഹിച്ച് 7500 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഏത് ലക്ഷ്യസ്ഥാനവും തകർക്കാം. ദില്ലിയിൽ നിന്നും ചൈനയുടെ ബീജിംഗിലേക്ക് 3781 കിലോമീറ്ററാണ് ദൂരം. വെറും മിനിറ്റുകൾ കൊണ്ട് ബീജിംഗിൽ അഗ്നി 5 മിസൈലിന് എത്താനാകും. അഗ്നി 5ൽ ഘടിപ്പിക്കുന്നത് ഒരു ആണവ ബോംബാണെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് ചൈനയുടെ ബീജിംഗ് ലോകത്ത് നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷമാകും. ഇത്തരത്തിൽ 5ഓളം അഗ്നി മിസൈലുകൾ ഒന്നിച്ചു ചെന്നാൽ ചൈന പിന്നെ ഭൂമുഖത്തുണ്ടാവില്ല. അത്ര ഭീകരവും ശക്തവുമാണ് അഗ്നി 5 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ. എന്തുകൊണ്ടാണ് ചൈനയെ യുദ്ധവിദഗ്ധർ ഉദാഹരണമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ എതിരാളി ചൈനയാണ്. അമേരിക്ക പോലും ഭയക്കുന്നത് ചൈനയുടെ ആയുധങ്ങളെയാണ്. ചൈനയുടെ ആയുധങ്ങൾക്കൊപ്പം ഇന്ത്യ എത്തില്ല എന്ന പരക്കെയുള്ള കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമുണ്ട്. അതിനാൽ തന്നെയാണ് ചൈന സംഹാരത്തിന് മൂർച്ചയുള്ള മാരകശക്തി അഗ്നി 5 മിസൈലിനെ പ്രധാനമന്ത്രി ദിവ്യാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത്. ഈ കുതിപ്പ് തടയാൻ ചൈനയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. അതിനാൽ തന്നെ ചൈന ഇനി അടങ്ങി ഒതുങ്ങി കഴിയണം എന്ന് തന്നെയാണ് ഭാരതം ഇതിലൂടെ നൽകുന്ന ശക്തമായ സന്ദേശം. ദിവ്യാസ്ത്രം കയ്യിലിരിക്കുന്ന ഭാരതത്തെ ചൊറിയാൻ വരരുത് എന്നും ലക്ഷ്യം വെക്കുന്നു. അഗ്നി 5നെ കുറിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മിസൈൽ തങ്ങളുടെ വടക്ക് കിഴക്കേ അറ്റത്തുള്ള ചെറിയ പട്ടണങ്ങൾക്ക് പോലും ഭീഷണിയാണ് എന്ന് ചൈനയുടെ ഔദ്യോഗിക പത്രമായ പീപ്പിൾസ് ഡെയിലി വിലയിരുത്തി കഴിഞ്ഞു. ചൈനയുടെ സൈനിക ശേഷി ഉയർത്തുന്ന ഭീഷണിക്കുള്ള മറുപടിയായാണ് ഈ മിസൈലിനെ ഇന്ത്യൻ സൈനിക വിദഗ്ധരും കാണുന്നത്. എന്നാൽ പ്രതിരോധ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം ഭൂഖണ്ഡാന്തര മിസൈൽ ശേഷിയിലേക്കുള്ള നിർണായകമായ ചവിട്ടുപടിയാണിത്. കൂടുതൽ വിപുലീകരിച്ച് അഗ്നി 6ൽ ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാന രൂപങ്ങളാണ് അഗ്നി 5ലുള്ളത്. ഖര ഇന്ധനം ഉപയോഗിക്കുന്നതും 3 ഘട്ടങ്ങൾ ഉള്ളതാണ്. അഗ്നി 5ന് ആകെ 1 ടൺ വരെ ഭാരമുള്ള 10 ആക്രമണ മുനകൾ വരെ വഹിക്കാൻ ശേഷിയുണ്ട്. കരയിൽ നിന്ന് തൊടുക്കാവുന്ന പതിപ്പായിരുന്നു ഇപ്പോൾ ഉള്ളത്. ഒഡീഷ തീരത്തിനടുത്തുള്ള വീലർ ദ്വീപിൽ നിന്നാണ് വിക്ഷേപണമെന്നും താണ്ഡവം എന്ന് പേരിട്ടിരിക്കുന്ന താൽക്കാലിക ആക്രമണ ലക്ഷ്യത്തിന് നേരെയാണ് പരീക്ഷണം നടത്തുക എന്നും നേരത്തെ തന്നെ പ്രതിരോധ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. വീലർ ദ്വീപിൽ നിന്നായിരുന്നു ആദ്യ മിസൈൽ വിക്ഷേപിക്കപ്പെട്ടത്. 2012 ഏപ്രിൽ 19 രാവിലെ 8:07 നടന്ന പരീക്ഷണ ആക്രമണത്തിൽ അഗ്നി മിസൈൽ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് 5000 കിലോമീറ്റർ അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായിരുന്ന ലക്ഷ്യത്തിൽ പതിച്ചു. ഇപ്പോൾ 7500 കിലോമീറ്റർ ശക്തി കൈവരിച്ച് പുതിയ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. മിസൈൽ ലക്ഷ്യം കൃത്യമായി തന്നെ ഭേദിക്കുകയും ലക്ഷ്യത്തിന് ഏതാനും മീറ്റർ ഉള്ളിൽ തന്നെ പതിക്കുകയും ചെയ്തു. മിസൈൽ രംഗത്തെ ഒട്ടേറെ ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടിയാണ് അഗ്നി 5ൽ നിരീക്ഷണ വിധേയമാക്കുന്നത്.
തയ്യാറാക്കുന്നത്. വിവിധ പദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കിയ പ്രത്യേകതരം വസ്തു കൊണ്ടാണ് ഇതിന്റെ 2-3 ഘട്ടങ്ങളിലെ റോക്കറ്റ് എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീൽ കൊണ്ടുള്ള പതിവ് രീതി ഉപേക്ഷിച്ചാണിത്. എഞ്ചിന്റെ ഭാരം കുറയുന്നതിനൊപ്പം പ്രവർത്തനക്ഷമത ഇതിലൂടെ വർദ്ധിക്കുകയും ചെയ്യും. 3-ാം ഘട്ടത്തിൽ കോണിക്കൽ രൂപത്തിലുള്ള മോട്ടോറാണ്. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം മോട്ടോർ പരീക്ഷിക്കുന്നത്. കേബിളിന്റെ എണ്ണം കുറയ്ക്കുന്നതിനായി മിസൈലിലെ ഇലക്ട്രോണിക് ഘടകങ്ങളെ തമ്മിൽ ഡിജിറ്റൽ വിദ്യയിലൂടെയാണ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു മിസൈലിനുള്ളിൽ എല്ലാം കൂടി ഏകദേശം 10 കിലോമീറ്റർ നീളത്തിൽ കേബിളുകൾ ഉപയോഗിച്ചിരുന്നു. മിസൈലിന്റെ പ്രയാണഗതിയെ സ്വയം നിയന്ത്രിക്കുന്ന പുതിയ റിംഗ് ലേസർ ഗിയറോ, മൈക്രോ നാവിഗേഷണൽ സിസ്റ്റം എന്നിവയും അഗ്നി 5-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് ബഹിരാകാശ സമാനമായ ഉയരത്തിലേക്ക് പറന്നുയർന്ന ശേഷം ആക്രമണ ലക്ഷ്യത്തിന് അടുത്ത് വെച്ച് തിരികെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുകയാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ചെയ്യുക. അതിവേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഘർഷണം മൂലമുണ്ടാകുന്ന ഉയർന്ന ചൂട് താങ്ങാനുള്ള പ്രത്യേകതരം കവചവും 3-ാം ഘട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. ശത്രു രാജ്യങ്ങളുടെ മിസൈൽ വേധ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിക്കാനുള്ള തന്ത്രങ്ങളും അഗ്നി 5-ലുണ്ട്. മറ്റു മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകതരം ലോഹ കവചത്തിനുള്ളിലാണ് അഗ്നി 5 ശേഖരിച്ചു വെക്കുക എന്ന് അവിനാശ് ചന്ദർ പറഞ്ഞു. ഏറെക്കാലം കേടുപാട് കൂടാതെ മിസൈൽ സൂക്ഷിച്ചു വെക്കാൻ ഇതിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെ പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ അഗ്നി 5-നെ ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ കഴിയും. എപ്പോഴും വിക്ഷേപണ സജ്ജമായിരിക്കും എന്നതാണ് ഇതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം. കരമാർഗം ഇന്ത്യയിൽ എവിടെയും എത്തിച്ച് അവിടെ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന റോഡ് മൊബൈൽ ലോഞ്ചറാണ് 20 മീറ്ററോളം നീളം വരുന്ന അഗ്നി 5-നായി തയ്യാറാക്കിയിരിക്കുന്നത്. കരസേനയ്ക്ക് വേണ്ടിയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ പരീക്ഷിച്ച് വിജയിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.